നീ പറയും നിൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിനെസ് എന്നാണ് പറയുന്നത്, സന്തോഷം, ഞാൻ എൻ്റെ ജോലി സക്സസ് ആവട്ടെ, എൻ്റെ കരിയറിൽ ഞാൻ നല്ലൊരു പൊസിഷൻ എത്തിയിട്ട് ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യണം. നീ ഒന്ന് വിചാരിച്ചു, അങ്ങനെ നീ പ്ലാൻ ചെയ്താൽ നിനക്ക് ഒരിക്കലും അതിനുള്ള സമയം കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഏജ് ചെയ്യേണ്ട കാര്യം അത് ഏജിൽ തന്നെ നീ ചെയ്യണം, എന്നാലേ അതിനൊരു മീനിങ് ഉള്ളൂ. നീ പറയുന്നു ഒരു 20 ലൈക്ക് 18 to 20, 17, 18, 19 ഒരു ഏജിലാണ് ഈ ഫ്രണ്ട്സ്, ബോയ്സ് ആൻഡ് ഗേൾസ് ഹയ്യസ്റ്റ് ട്രാവൽ പോകുന്നത്. ലൈക്ക് എൻ്റെ ലൈഫിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം അന്ന് കാശ് കുറവാണ്, പക്ഷേ എവിടെ നീ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ എനിക്ക് ഒരു ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. കാരണം ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും, അല്ല ഞാൻ പറഞ്ഞത് ആ ഏജിൽ ലൈക്ക് 20s 80 ആ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും എനിക്ക് കാശ് കുറവാട്ടോ, ഉള്ള കാശ് വെച്ച് ഇവിടെ ലിറ്റിൽ മൂമെൻറ്റ് ചെറിയൊരു ട്രിപ്പ് പോകുന്നു, എൻജോയ് ചെയ്യുന്ന ലൈഫ് കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എന്നാ പറഞ്ഞത്, എനിക്കൊന്നും മിസ്സായിട്ടില്ല, റിഗ്രറ്റ് ഇല്ല കേട്ടോ അങ്ങനത്തെ കാര്യത്തൊന്നുമില്ല. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നു, ഇപ്പോൾ ഞാൻ ജോബിൽ കയറി, അത്ര നല്ല സാലറി ഒന്നുമില്ല, ബട്ട് ആൾമോസ്റ്റ് ഒന്ന് ജീവിച്ചു പോകാനുള്ള ഇതേ കിട്ടുന്നുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ടൈം കിട്ടുന്നില്ല, എന്താണെന്ന് പറയാം, പോകാൻ ട്രാവൽ. പണ്ട് ഒരു 500 രൂപ 200 രൂപ 300 രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോവാണ്. പക്ഷെ ഇന്ന് 1000 2000 ഉണ്ടെങ്കിൽ പോകാൻ പറ്റുന്നില്ല. വൈ? ഇന്ന് ടൈമില്ല. രണ്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. ഒരു ഏജ് കഴിഞ്ഞാൽ ബോയ്സിൻ്റെ ലൈഫ് ആസ് എ ബോയ് ആയതുകൊണ്ട് ഞാൻ പറയുന്നു, ഗേൾസിൻ്റെ ലൈഫ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് എനിക്ക് പോലും അറിയില്ല. കാരണം അവരുടെ ലൈഫ് എന്ന് വെച്ചാൽ വേറെ രീതി, ഫാമിലി പ്രഷർ, മാരേജ്, അത് ഇത്, കരിയർ, അങ്ങനെ ഒരു ലൈഫായിരിക്കും അവരുടെ. ഓക്കെ, പക്ഷെ ബോയ്സിൻ്റെ കമ്പയർ ടു ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം വിതിൻ 25 ഏജ് 26 ആകുമ്പോഴത്തേനും മാരേജ് അങ്ങനെ വരുമ്പോഴത്തേനും ഫൈനാൻഷ്യൽ സ്റ്റേബിലിറ്റി അത് ഇതെന്ന് പറഞ്ഞാൽ കുറേ പ്രഷറൊക്കെ കാണും. സോ അങ്ങനെ ഒരു ഗെയിമിലേക്ക് ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും ഇല്ല, എന്നാണ് പറയുന്നത്, വലിയ തിങ്കിങ് ഒന്നുമില്ല. പണ്ട് ഞാൻ നല്ല ഫാഷനബിളാണ്, അങ്ങനെ നല്ല ഡ്രസ്സിങ് വേണം, ഔട്ട് സൈഡിൽ പോകുമ്പോൾ നല്ല രീതി വേണം. ഇപ്പം എൻ്റെ മൈൻഡ് തിരിച്ച് ചിന്തിക്കണം, എന്തിനത്, ആരെ കാണിക്കാൻ, പേരിൻ്റെ ഡ്രസ്സ് പോരെ. അത് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. കാരണം നമ്മൾ ഈ മെച്യൂരിറ്റി എന്ന് പറഞ്ഞ ഏജ് തരുന്നതാണ്. പക്ഷെ എന്നാണ് പറയുന്നത്, അത് പ്രായം അനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഓരോരോ ലൈഫ് കഴിയുമ്പോൾ. അപ്പം ഞാൻ പറയുന്നത് ഡ്രസ്സിങ്സും ഫാഷനും എല്ലാം വേണ്ടെന്നല്ല, ആഫ്റ്റർ നിൻ്റെ കരിയറിൽ നല്ലൊരു സക്സസ്, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ മതി. അല്ലാണ്ട് നിനക്ക് ജീവിക്കാൻ പോലും കാശില്ല, കഞ്ഞി കുടിക്കാൻ പോലും കാശില്ല, പക്ഷെ നീ ഒരു മോഡൽ പോലെ നടക്കുമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല, അതൊരിക്കലും പറ്റത്തില്ല. നിങ്ങളിപ്പോൾ എടുത്ത് നോക്കിക്കോ, ഏത് നടനാകട്ടെ നടിമാരാവട്ടെ, ഈ പൃഥ്വിരാജ് തൊട്ട് ആരും ഒന്ന് എടുത്ത് നോക്കി, അവർ അന്നത്തെ ഫസ്റ്റ് തുടങ്ങിയ രീതിയിൽ എങ്ങനെയാവും, ഇപ്പം എങ്ങനെയുണ്ട്, അവർ പോകുന്ന അനുസരിച്ച് ഒരു ദിവസം അപ്ഡേറ്റ് ചെയ്ത് വന്നവരെ. അതേ രീതിയായിരിക്കും നമ്മുടെ ലൈഫിൽ. സക്സസ് എന്ന് പറയുന്നത് ഒരു ജേർണിയാണ്, അത് എൻഡിങ്ങും ഇല്ല. ഇപ്പം എലോൺ മസ്കിൻ്റെ കാര്യം നോക്കിക്കേ, ഇറ്റ് വാസ് ജേർണി, എൻജോയ് ദ മൂമെൻറ്റ്. നീ നിൻ്റെ ലൈഫിൽ കിട്ടുന്ന എല്ലാ മൂമെൻറ്റും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ ചിലർ പറയും എല്ലാം ആയിക്കഴിഞ്ഞിട്ട് എനിക്ക് പാർട്ട്ണർ മതി. ഞാനിപ്പം കരിയർ ഫോക്കസ് ചെയ്യുന്ന ഒരാളോട് ഞാൻ ഇപ്പം തന്നെ ലവ് പ്രേമം വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഡിസിഷനാണ്, നമ്മളെടുക്കുന്ന കരിയറിലെ ഏറ്റവും വലിയ ഡിസിഷൻ. മേ ബി ഇറ്റ്സ് റോങ്, നമ്മുടെ ലൈഫ് മുഴുവൻ തീർന്നു, പിന്നെ ഒന്നും പറയാനില്ല, ജീവിതമേ അവിടെ തീർന്നു. സോ അത് ഇറ്റ് വാസ് വെരി കെയർഫുൾ, നല്ലൊരു ടൈം എടുത്തെടുക്കുന്ന ഡിസിഷനാണ്, മനസ്സിലായല്ലോ. അപ്പോൾ അതിന് ഇന്ന് നിനക്ക് സമയമില്ല, ഇന്ന് പാർട്ട്ണറിന് സമയം കൊടുക്കാൻ. ആഫ്റ്റർ യുവർ മാരേജ് ആൾസോ നിനക്ക് സമയം കിട്ടത്തില്ല. നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കാശ് മാത്രം ഉണ്ടാക്കുക അതൊന്നും അല്ല ഹാപ്പി ലൈഫ്. ഹാപ്പി ലൈഫ് എന്ന് ഉദ്ദേശിക്കാൻ നേരത്ത് റിച്ച് ലൈഫ്, ഹാപ്പി ലൈഫ് എന്ന് പറയാൻ രണ്ട്. നമ്മൾ കാശുള്ള ജീവിതം എന്നു വെച്ചാൽ ഫൈനാൻഷ്യൽ ഫ്രീഡം, നിൻ്റെ എല്ലാ കാര്യത്തിനും അത്യാവശ്യമുള്ള കാശ്, മെഡിക്കൽ ബാക്ക്, അത് ഇത്, ഹെൽത്തി ഫാമിലി, മീൻസ് ഫാമിലി എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ഹെൽത്തി ബോഡി, നല്ല ഫുഡ് കഴിക്കുന്നു. ഇങ്ങനെ ഒരു ജീവിതവും രണ്ട് ജീവിതവും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് വേണ്ടത് അതല്ലേ. നമ്മുടെ കാര്യങ്ങൾ നടത്താൻ പോലത്തെ ഒരു കാശ് വേണം, ഹാപ്പി ഫാമിലി നമുക്ക് വേണം, നല്ലൊരു പാർട്ട്ണർ, നല്ലൊരു ബോഡി, മീൻസ് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്തത്, ട്രാവൽ ചെയ്യുന്നു വീക്ക്ലി മന്ത്ലി, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, അതല്ല വേണ്ടത്.
പക്ഷെ അതിനു വേണ്ടിയാണ് നമ്മൾ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പ്രവാസ ജീവിതം, ഈ നഴ്സസ് ലൈഫ്. ഞാനൊരു നഴ്സിംഗ് ആണ്, സ്റ്റാഫാണ്, അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ എന്തിനു വേണ്ടി കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഏതേതോ കൺട്രി പോയി, വേറെ ഓപ്ഷൻ ഇല്ല, അവിടെ പോയി കടന്ന് ജീവിക്കുന്ന, കാശ് ഉണ്ടാക്കുന്നു. പക്ഷേ കുടുംബം, നാട്ടുകാരല്ലേ ഇവിടെ. ഓക്കെ, ഇപ്പോൾ ഹസ്ബൻഡും വൈഫായിട്ട് പോകുന്നവരും ഓക്കെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒന്ന് വിചാരിച്ച് നോക്കിയിട്ട്, നമ്മൾ ഒരാളെ താലി കെട്ടി മാരേജ് ചെയ്തു, അത് കഴിഞ്ഞു, പക്ഷേ എന്ത് ചെയ്തിട്ടെന്താ ഉപകാരം? നമ്മളിവിടെയും അവരവിടെയും, വർഷത്തിലോ വർഷങ്ങൾക്കോ മാസങ്ങളിലോ ഒന്ന് വല്ലപ്പോഴും ഒന്നേ കാണുന്നുള്ളൂ. അതാണോ ലൈഫിൻ്റെ ഒരു റിയാലിറ്റി? ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സോ നിൻ്റെ ലൈഫ് നിൻ്റെ കയ്യിലാണ്, അതെങ്ങനെ വേണമെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. അപ്പം എന്തോരം പെട്ടെന്ന് നീ ഡിസിഷൻ എടുക്കുന്നു, അത്ര നല്ലതായിരിക്കും നിനക്ക്. അവസാന ഘട്ടത്തേക്കൊന്ന് മാറ്റി വെക്കുക. ഓക്കെ, ലൈഫ് ഈസ് എ ജേർണി, എവറി മൊമെൻറ്റ് പ്ലീസ് എൻജോയ്, ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്.